നമ്മൾ ഈ ഒരു ചെടി ഔട്ട്ഡോർ ആയിട്ട് ഇൻഡോർ ആയിട്ടാലും പെട്ടെന്ന് വെയിൽ കിട്ടുന്ന രീതിയിൽ വെക്കരുത് ആദ്യത്തെ കുറച്ച് ദിവസം. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആഗ്ലോണിമ പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാനും നമ്മളതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോയും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ട് ഒരുപാട് വെറൈറ്റി ആഗ്ലോണിമ പ്ലാന്റ്സ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ കിട്ടുന്ന ചെറിയ വിലേൻ്റെ കുറച്ച് ആഗ്ലോണിമ കളക്ഷൻസാണ് നമ്മൾ കാണിച്ചിരുന്നത്. നല്ല ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള ആഗ്ലോണിമ പ്ലാന്റ് ഉണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് തഴച്ചു വളരുന്ന സൈസ് ആഗ്ലോണിമ പ്ലാന്റ് ഉണ്ട്. നമ്മുടെ അടുത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ചെടികളൊക്കെ തന്നെയാണ്. ഇത് ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഒരു വയലൻ്റെ ബോർഡറിൽ കൂടെ നല്ല ഡാർക്ക് കളറ് റെഡ് കളറ് ബോർഡർ പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. കൂടെ അതിൻ്റെ നടുവിലായിട്ട് പച്ച കളർ തന്നെ വരുന്നുണ്ട്. അടുത്തതായിട്ടുള്ളത് ആഗ്ലോണിമ സ്നോ വൈറ്റ് ആണ്. ഈ ആഗ്ലോണിമ പ്ലാന്റ് സാധാരണക്കാട്ടിയും കുറച്ചൊരു വ്യത്യസ്തമാണ്. കാരണം ഒരുപാട് ഹൈറ്റിൽ പോകുന്ന ചെടിയല്ല, കുറച്ച് കുള്ളൻ രീതിയിൽ ഡോർഫായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ആ ഒരു ചട്ടിയിൽ തന്നെ നല്ല പടർന്നിട്ട് ഇലകളോടുകൂടി നല്ല ബുഷിയായിട്ടും ബൾക്കായിട്ടും വരുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഈ രണ്ട് പോട്ടിലായിട്ട് നല്ലോണം തിങ്ങി നിറഞ്ഞ് ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട്. നല്ല വോള്യത്തിൽ തന്നെ ഉണ്ട്. ഈ ചട്ടി നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് ലീഫുകളും അതുപോലെ തന്നെ ഒരുപാട് തൈകളും ഉണ്ട്, പക്ഷെ ഒരുപാട് വലുപ്പത്തിൽ പോകുന്നില്ല. അടുത്ത നമുക്കിതൊരു ആഗ്ലോണിമ വിഭാഗത്തിൽ പെടുമെന്ന് അറിയില്ല, പക്ഷേ ഏകദേശം കാണാൻ അതുപോലെയാണ്. ഒരു ഡിഫൻപേഷ്യ എന്നൊക്കെ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ്. എന്തായാലും നമ്മൾ ഈ ഒരു ഫ്രണ്ട് റോഡ് വീടിൻ്റെ മുറ്റത്ത് തന്നെ പോട്ടിൽ ഇതും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ഒരു യെല്ലോ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഷെയ്ഡിങ്ങിലാണ് ഈ ഒരു ലീഫ് വരുന്നത്. ഗ്രീനും ഈ ഒരു ഷെയ്ഡുമാണ് വരുന്നത്. ഇതും അതുപോലെ തന്നെയാണ്, കുറച്ച് ഹൈറ്റിൽ വളരുന്ന ഒരു ടൈപ്പാണ്. നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഉണ്ട്. വേറെ രണ്ട് വെറൈറ്റിയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആഗ്ലോണിമേൻ്റെ ഒരു ഗ്രീൻ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇത് ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന് അത്ര കോസ്റ്റ്ലി അല്ലാത്തൊരു ടൈപ്പാണ്, പെട്ടെന്ന് ഉണ്ടായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തന്നെ ഒരു വീട്ടിൽ തന്നെ ഒരു പോട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം കുറച്ച് നീണ്ട ലീവ്സാണ് ഈ ഒരു ആഗ്ലോണിമ പ്ലാന്റിന് വരുന്നത്. ആഗ്ലോണിമ ആഷ് എന്നും ഗ്രീൻ എന്നൊക്കെ ഇതിന് പേരുണ്ട്. കാരണം ഒരു സിൽവർ ആഷ് കളറാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ മിക്സ് ചെയ്ത് വരുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ തഴച്ച് വളരുന്നതാണ്. ഒരുപാട് തൈകളുണ്ടാവും. ഇതിൽ ആന്തൂറിയം പോലുള്ളൊരു പൂവ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഒരുപാട് തഴച്ച് വളർന്ന് വെട്ടിക്കൊടുക്കാതെയൊക്കെ വരുമ്പോഴാണ് ഇതുപോലെ ഉണ്ടാവുന്നത്. ഈ ഒരു പൂവ് ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ പലഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുഷിയായിട്ട് വളരുന്നതാണ്. നമ്മൾ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാകുന്നൊരു ആഗ്ലോണിമയാണ് ഈ ഒരു വിഭാഗത്തിൽ പെടുന്നത്. ഇത് ആഗ്ലോണിമ യെല്ലോ എന്നൊക്കെ പറയും. ഏകദേശം ഒരു ഡിഫൻപേഷ്യേൻ്റെ ഒക്കെ ഒരു സാമ്യമുള്ളൊരു ചെടിയാണ്. നേരത്തെ നമ്മളൊരു ഓഫ് വൈറ്റ് യെല്ലോ, ഒരു ക്രീം ഓഫ് വൈറ്റ് ഷെയ്ഡായിരുന്നു. ഇതിനൊരു ലെമൺ യെല്ലോൻ്റെ ഏകദേശം സാമ്യമുള്ളൊരു ലീഫാണ് വരുന്നത്. ആഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ഒരു ഇലകളിലൊക്കെ നമുക്ക് കളറിലൊക്കെ ഒരുപാട് സിമിലാരിറ്റി തോന്നുമെങ്കിലും ഓരോന്നും ഓരോ വെറൈറ്റി തന്നെയാണ് ശരിക്കും. അപ്പോൾ ഇതും നമ്മളൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് ഇത് കൂടാതെ തന്നെ ആഗ്ലോണിമേൻ്റെ പിങ്കും വരുന്നുണ്ട്, അതുപോലെ ആഗ്ലോണിമ ട്രൈക്കളറും വരുന്നുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. അത് നമ്മൾ ഇൻഡോറായിട്ട് വീട്ടിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണിച്ചതൊക്കെ നമ്മൾ ഔട്ട്ഡോറായിട്ട് തന്നെ വീട്ടിൽ വലിയ പോട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പോട്ട് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആഗ്ലോണിമേൻ്റെ ഈ ഒരു സ്നോ വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പോട്ടിൽ കുറച്ച് അഴുകി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒഴിവാക്കി കുറച്ച് നല്ല തൈകളൊക്കെ നോക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേരൊക്കെ നല്ല കട്ടിയുള്ള വേരുകളാണ്. അതുപോലെ തന്നെ ഒരു കിഴങ്ങെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഇഞ്ചീൻ്റെ ഒക്കെ ഒരു പോലെ ഉള്ളൊരു ഇതിൽ നിന്നാണ് ഇതിൻ്റെ ഒരു വേര് വരുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് തൈകളാണ്. അപ്പോൾ നമ്മളതൊന്ന് കഴുകി തലയൊക്കെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു പോട്ടിൽ ഇതിനെ ഒന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് പോട്ടി മിക്സൊക്കെ നമുക്ക് കാണാം. ഈ ഒരു വൈറ്റ് പോട്ടിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഈ പ്ലാന്റൊക്കെ ഇൻഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതുകൊണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ളതും നല്ല ഷേപ്പിലുള്ളതും നല്ല കളറിലുള്ള പോട്ടുകളൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരു പോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോട്ടിലാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ആഗ്ലോണിമ പ്ലാന്റിനൊന്നും ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമില്ല, മിതമായ രീതിയിലുള്ള വളങ്ങൾ മാത്രം മതി. അതുപോലെ ഒരുപാട് വെള്ളം വേണ്ട, പക്ഷേ പാത്രത്തിലൊന്നും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. ഇൻഡോറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പോട്ടിന് ഹോൾ ഇട്ടിട്ടില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ മിതമായ രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക, പിന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇൻഡോറൊക്കെ ആയിട്ട്. ഇൻഡോറായിട്ടും കൂടി വെക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പോട്ട് എടുത്ത്, അതുകൊണ്ട് ഹോൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള എന്താ പറയുക വളപ്രയോഗങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പോട്ടി മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നമ്മളെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിശ്രിതമാണ്. അത്രയും നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഏകദേശം ഒരു പോട്ടിൻ്റെ പകുതി വരെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ഒരു ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാവുന്നതാണ്. എടുത്ത് വെച്ചിട്ടുള്ള തൈ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത്രയേറെ പീസ് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു ചെടി ഔട്ട്ഡോർ ആയിട്ടില്ല ഇൻഡോർ ആയിട്ടാലും പെട്ടെന്ന് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കരുത്. ആദ്യത്തെ കുറച്ച് ദിവസം ഒന്ന് ചെടിയൊന്ന് പോട്ടുമായിട്ട് പിടിച്ച് കിട്ടി അതിന് ശേഷം മാത്രം നമുക്ക് ഒന്നെങ്കിൽ വെയിലത്ത് വെക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് വെച്ച് കൊടുക്കാം. ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു വിൻഡോ സൈഡിലോ ഒരു പാർഷ്യലായിട്ടൊക്കെ ഒരു വെയിൽ അടിക്കുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഏകദേശം ഒരു 2 മാസമൊക്കെ മുന്നേ പോട്ട് ചെയ്തതാണ്. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പോട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ചെടികളൊക്കെ. അപ്പോൾ ഇത് ഒരേപോലത്തെ ഒരു 10-15 പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വീടിൻ്റെ ഫ്രണ്ട് റോയിലൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഒരേപോലത്തെ ചെടികൾ കുറേ ഉണ്ടാകുമ്പോഴും കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആഗ്ലോണിമ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റിയും കൂടി ആഗ്ലോണിമ പ്ലാന്റ്സ് നമ്മുടെ ഇൻഡോർ ആയിട്ടുള്ള ആഗ്ലോണിമാൻ്റെ കളക്ഷൻസും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. ഒന്ന് ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ നേരത്തെ പുറത്ത് വെച്ചതിൻ്റെ ഒരു ചെറിയ ലീഫായിട്ട് വരുന്നതാണ്. ഇത് വലിയൊരു തണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തലഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നന്നായിട്ട് ബ്രാഞ്ചസ് ആയിട്ട് ഒരുപാട് ലീഫൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആഗ്ലോണിമ പിങ്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതാണിത്. ഇത് നമ്മളടുത്ത് ഒരു ചെറിയ തൈയാണുള്ളത്. നമ്മളിത് വളരാനപ്പോൾ തല കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ ലീഫുകളായിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നേരത്തെ നമ്മൾ കണ്ട ആഗ്ലോണിമാൻ്റെ ഒരു കുള്ളൻ ടൈപ്പ് ഉണ്ട്, അധികം വലുപ്പം വെക്കാത്ത, അതും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആഗ്ലോണിമാൻ്റെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ വെറൈറ്റി ഇവിടെ ഉണ്ട്. പിന്നെ ആഗ്ലോണിമ ട്രൈ കളറാണിത്. ഇതൊരു അത്ര ഹെൽത്തി ആയിട്ടില്ല. നമ്മളിത് പാർഷ്യലായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ പ്ലേസ് ചെയ്തതാണ്. നല്ലൊരു 3 കളറോളം വരുന്നൊരു ലീഫാണിത്. ഒരു പിങ്ക്, ഒരു ഓഫ് വൈറ്റ്, ഒരു യെല്ലോ ഷെയ്ഡ്, അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇൻഡോർ കളക്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളെ ആഗ്ലോണിമ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റിയും കൂടി ആഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.